ഡിയേഴ്സ്, നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലത്തെ ബേസിക് സയൻസിലെ 4th ചാപ്റ്റർ ആയിട്ടുള്ള സീഡ് ഓഫ് ലൈഫ്, ജീവനുള്ള വിത്തുകൾ. ഈ ഒരു ചാപ്റ്ററാണ്. ഇത് വളരെ 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 പ്രധാനപ്പെട്ടിട്ടുള്ളൊരു ചാപ്റ്ററാണ്. കാരണം എക്സാമിനൊക്കെ പലപ്പോഴുമായിട്ട് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഈ ഒരു ഭാഗത്തു നിന്നുണ്ട്. അതേപോലെ പുതിയ പുതിയ ടേംസുകൾ പഠിക്കാനുണ്ട് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിന്. ഈ ഒരു ചാപ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ചാപ്റ്ററിൻ്റെ പേര് പോലെ തന്നെ സീഡ് ഓഫ് ലൈഫ്, ജീവനുള്ള വിത്തുകൾ. വിത്തുകളെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഒരു വിത്ത് മുളയ്ക്കാൻ ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ്, ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അതേപോലെ തന്നെ ഒരു വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം ഉണ്ടാകുന്ന ഭാഗം ഏതാണ്, അങ്ങനത്തെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കാൻ. കുറച്ച് ടേംസുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ എളുപ്പമാണ്. നന്നായിട്ട് മനസ്സിലാക്കി വെച്ചാൽ ഈ ചാപ്റ്റർ നമുക്ക് എളുപ്പത്തിൽ പഠിച്ചു പോകാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ചാപ്റ്ററിലോട്ട് പോകാം. അപ്പോൾ ഇവിടെ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ചെറിയൊരു കഥയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാം. ഓക്കെ, ഞാൻ ചുരുക്കി പറഞ്ഞു തരാം. ഒരിടത്തൊരു രാജാവുണ്ടായിരുന്നു. രാജാവിന് ആ നാട്ടിലെ കുട്ടികളുടെ സത്യസന്ധത പരിശോധിക്കണമായിരുന്നു. അങ്ങനെ ഒരു ദിവസം രാജാവ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ കുട്ടികളെല്ലാം രാജകൊട്ടാരത്തിലേക്ക് വിളിച്ചുകൂട്ടി. എല്ലാവർക്കും വിത്തുകളും നൽകി. ഈ വിത്ത് മുളപ്പിച്ച് 3 മാസം കൊണ്ട് ചെടിയാക്കി കൊണ്ടുവരുന്നവർക്ക് വിലയേറിയ സമ്മാനങ്ങൾ നൽകുമെന്ന് രാജാവ് പറഞ്ഞു. ഓക്കെ, അപ്പോൾ കുട്ടികളുടെ കൂട്ടത്തിൽ കർഷകനായിട്ടുള്ള ഒരു ബാലനുണ്ടായിരുന്നു. അവൻ്റെ പേരാണ് പിങ്കു. അങ്ങനെ പിങ്കു എന്ത് ചെയ്തു, വീട്ടിൽ പോയിട്ട് ആ ഒരു ചട്ടിയിൽ മണ്ണൊക്കെ നിറച്ച് അതിൽ വിത്ത് കുഴിച്ചിട്ട് അതിനെ നന്നായിട്ട് പരിപാലിച്ചു, വെള്ളം ഒഴിച്ചൊക്കെ ചെയ്തിട്ടും 3 മാസം കഴിഞ്ഞിട്ടും എന്ത് സംഭവിച്ചില്ല, ആ വിത്ത് മുളച്ചില്ല. അപ്പം ഇവിടെ 3 മാസം കഴിഞ്ഞ് കൊട്ടാരത്തിലേക്ക് കുട്ടികളെല്ലാവരും വന്നു. അവരുടെ കയ്യിലുള്ള ഈ വിത്തൊക്കെ നന്നായിട്ട് പൂത്ത് ചെടികളായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മളുടെ പിങ്കുവിൻ്റെ ചട്ടിയിൽ മാത്രം ഒന്നുമില്ല, വിത്ത് മുളച്ചിട്ടേ ഇല്ല, ബാക്കി എല്ലാവരും തന്നെ നന്നായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഈ കുട്ടികളൊക്കെ എന്ത് ചെയ്തു, ഈ പിങ്കുവിനെ കളിയാക്കാൻ തുടങ്ങി. അങ്ങനെ അവസാനം രാജാവ് എല്ലാ കുട്ടികളുടെയും ചെടികൾ പരിശോധിക്കാനെത്തി. ഈ പിങ്കുവിൻ്റെ അടുത്തെത്തിയപ്പോൾ രാജാവിന് വളരെ സന്തോഷമായി. അപ്പോൾ രാജാവ് എന്താണ് പറഞ്ഞത്, ഇവനാണ് വിജയിച്ചത്. അപ്പോൾ ജീവനുള്ള വിത്തുകളെ മുളക്കുകയുള്ളൂ എന്ന് ആര് പറഞ്ഞു, രാജാവ് പറഞ്ഞു. ഞാൻ നിങ്ങൾക്ക് തന്നതൊക്കെ ജീവനില്ലാത്ത വിത്തുകളായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള കുട്ടികളൊക്കെ എന്തായി, ചമ്മിപ്പോയിട്ടുണ്ടാവും അല്ലേ. അതായത് രാജാവ് കൊടുത്തത് ജീവനില്ലാത്ത വിത്തുകളാണ്. ജീവനില്ലാത്ത വിത്തുകൾ മുളയ്ക്കോ, ഇല്ലല്ലേ. അപ്പോൾ ബാക്കിയുള്ള എല്ലാ കുട്ടികളും എന്താണ്, കള്ളത്തരങ്ങൾ കാണിച്ചിട്ടുണ്ട്. പിങ്കു മാത്രം സത്യസന്ധമായിട്ട് മുളയ്ക്കാത്ത വിത്തുമായിട്ട് വന്നു. അപ്പോൾ ഇതായിരുന്നു കഥ. ഈ ഒരു കഥ നിങ്ങളെല്ലാവരും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകും, വായിച്ചവരൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു കഥയിൽ ഏറ്റവും അവസാനം രാജാവ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് തന്നത് ജീവനില്ലാത്ത വിത്തുകളായിരുന്നു. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഈ വിത്തുകൾക്കൊക്കെ ജീവനുണ്ടോ? അതെ, അതിന് ആൻസർ എന്താണ്, അതെ, വിത്തുകൾക്കും ജീവനുണ്ട്. അതുകൊണ്ടാണ് ഈ വിത്തുകളൊക്കെ മുളച്ചിട്ട് വലിയ വലിയ മരങ്ങളൊക്കെ ആവുന്നത്. ഈ നമ്മളെപ്പോലെ തന്നെ വലുതാവുന്നുണ്ട് മരങ്ങളും അല്ലേ. അതേപോലെ തന്നെ അവർ ശ്വസിക്കുന്നുമുണ്ട്, റെസ്പിറേഷൻ നടക്കുന്നുണ്ട്. നമ്മൾ ശ്വസിക്കുന്നത് പോലെ അവർ നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാകും, പിന്നെ ഫോട്ടോസിന്തസിസിൻ്റെ സമയത്ത് അവർ കാർബൺ ഡൈ ഓക്സൈഡ് ശ്വസിക്കുന്നുണ്ട്. അതേപോലെ ഓക്സിജൻ പുറത്തേക്ക് വിടുന്നുണ്ട്. പിന്നെ രാത്രിയൊക്കെ ആവുമ്പോൾ നേരെ നമ്മളെപ്പോലെ തന്നെ ഓക്സിജൻ ശ്വസിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്ത് വിടുന്നതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. അതൊക്കെ അവർക്ക് ജീവനുള്ളത് കൊണ്ടാണ് ഇവർ ഈ ഒരു പ്രക്രിയയൊക്കെ ചെയ്യുന്നത്. ഇനി അടുത്തത് ചെറിയൊരു വർക്കാണ്. കളക്ട് എ വെറൈറ്റി ഓഫ് സീഡ്സ്, ഡിസ്പ്ലേ ദ സീഡ് ഇൻ യുവർ ക്ലാസ് ആൻഡ് റൈറ്റ് അബൌട്ട് ദെയർ ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് നിങ്ങളോട് കുറച്ച് വിത്തുകൾ കളക്ട് ചെയ്യാനാണ് പറഞ്ഞത്. നമുക്ക് ചുറ്റും പല വിത്തുകളുണ്ട് അല്ലേ. അപ്പോൾ അതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾ നന്നായിട്ടൊന്ന് കളക്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ കുറച്ച് സവിശേഷതകൾ താഴെ എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ എന്തൊക്കെ വേണം, നെയിം ഓഫ് ദ പ്ലാന്റ്, ആ ഒരു വിത്ത് ഏത് പ്ലാന്റേതാണ്, ഏത് ചെടീൻ്റേതാണെന്ന് എഴുതണം. അതേപോലെ അതിൻ്റെ കളർ, ആ വിത്തിൻ്റെ കളർ ഏതാണ്, സൈസ് എത്രത്തോളം വരും, ഷേപ്പ് എന്താണ്, അതേപോലെ എന്തൊക്കെ പ്രത്യേകതകൾ അതിനുണ്ടെന്നൊക്കെ നിങ്ങളവിടെ എഴുതാനാണ് പറഞ്ഞത്. അപ്പം ഞാനിവിടെ ആദ്യം കളക്ട് ചെയ്തത് ജാക്ക് ഫ്രൂട്ട് സീഡാണ്. ഓക്കെ, അതായത് ചക്കക്കുരു. അപ്പോൾ അതിൻ്റെ ആ ഒരു പ്ലാന്റിൻ്റെ പേരെന്താണ്, നെയിം ഓഫ് ദ പ്ലാന്റ് എന്ന് പറയുന്നത് ജാക്ക് ഫ്രൂട്ട് ട്രീ ആണ് അല്ലേ. പിന്നെ കളർ എന്താണ്, ചക്കക്കുരുവിൻ്റെ കളർ ഒരു ബ്രൗൺ കളറാണ്. അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഒരു മീഡിയം സൈസാണ്, അബൌട്ട് 3 സെൻറ്റിമീറ്ററൊക്കെ ആയിട്ട് വരും. പിന്നെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു ഓവൽ ഷേപ്പാണ്.
അതിൻ്റെ അതർ ഫീച്ചേഴ്സ് മറ്റ് പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഒരു വൈറ്റ് ഔട്ടർ കോട്ടിംഗ് ഉണ്ടാവും. നന്നായിട്ട് ഈ ചക്കക്കുരുവൊക്കെ നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞാൽ ഒരു വെള്ളയല്ല, എന്താ പറയുക, ഒരു ഓഫ് വൈറ്റ് ഒരു ഔട്ടർ കോട്ടിംഗ് ഉണ്ട്. അതേപോലെ തന്നെ റിച്ച് ഇൻ പ്രോട്ടീനാണ്, നന്നായിട്ട് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഒരു സീഡാണ് ഈ ഒരു ജാക്ക് ഫ്രൂട്ട് സീഡ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമതായിട്ട് ഇവിടെ കളക്ട് ചെയ്തത് അമരാന്തസിൻ്റെതാണ്. അമരാന്തസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചീര അല്ലേ? ചീരൻ്റെ വിത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ കൃഷിഭവൻ എന്നൊക്കെ കിട്ടിയത് പല ആൾക്കാരും കണ്ടിട്ടുണ്ടാവും, കൃഷി ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ. അതിൻ്റെ കളർ എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് കളറാണ്, അതിൻ്റെ വിത്തിൻ്റെ നിറം. അതിൻ്റെ സൈസ് വളരെ ചെറുതാണ്. ഓക്കെ, ഈ ഒരു ചിത്രത്തിൽ നിങ്ങൾ കാണുന്നില്ലേ, അതേപോലെ. ഷേപ്പ് എന്ന് പറയുന്നത് ഒരു സർക്കുലാർ ഷേപ്പാണ്, റൗണ്ടുള്ള ഒരു ഷേപ്പാണ്. പിന്നെ അതർ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് മറ്റ് പ്രത്യേകതകൾ എന്ന് പറയുന്നത് എന്താണ്? ഇതും റിച്ച് ഇൻ പ്രോട്ടീനാണ്, നല്ല പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് ഈ ഒരു ചീരൻ്റെ വിത്തിൽ. നിങ്ങൾ ഈ ചീരൻ്റെ വിത്ത്, ഈ ചീര നന്നായിട്ടുണ്ടായാൽ ഒരു പിങ്ക് കളറിലായിട്ടുള്ള അതിൻ്റെ പൂ കണ്ടിട്ടുണ്ടാവും അല്ലേ? ആ പൂവിൻ്റെ ഉള്ളിലാണ് ഈ ഒരു വിത്ത് കാണപ്പെടുന്നത്. ഇനി അടുത്തൊരു ചോദ്യമാണ്, ഇവൻ ദോ ദ സീഡ് ഹാവ് ലൈഫ് വിൽ ഓൾ ദ സീഡ് ബറീഡ് ഇൻ സോയിൽ ജെർമിനേറ്റ് വൈ ഡോണ്ട് ഓൾ സീഡ്സ് ജെർമിനേറ്റ്? അതായത് ബറീഡ് ഇൻ ദ സോയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മണ്ണിൽ കുഴിച്ചിട്ടാൽ. ഓക്കെ, അതായത് എല്ലാ സീഡിനും ജീവൻ ഉണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞു, പക്ഷേങ്കിൽ എല്ലാ സീഡ്സും ഈ മണ്ണിൽ കുഴിച്ചിട്ടാൽ മുളയ്ക്കാറുണ്ടോ? നോ അല്ലേ, ഇല്ല. കാരണം എന്താണ്? ചില സീഡ്സിനൊക്കെ ആവശ്യത്തിനുള്ള വെള്ളം ലഭിച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അതിനൊത്ത ഒരു ടെമ്പറേച്ചർ ഇല്ലെങ്കിൽ, ഇനി അതല്ല മറ്റ് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഈ സീഡ് എല്ലാം മുളയ്ക്കണമെന്നില്ല. അപ്പം ഇനി അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്തൊക്കെ ഘടകങ്ങളാണ് ഒരു സീഡ് മുളയ്ക്കാൻ ആവശ്യമായിട്ടുള്ളത്? ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, അപ്പോൾ എല്ലാവരും നന്നായി ശ്രദ്ധിച്ചിരിക്കുക. ഒരു വിത്ത് മുളയ്ക്കാൻ ആവശ്യമായിട്ടുള്ള ഫാക്ടേഴ്സാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു ഭാഗമൊക്കെ എക്സാമിന് നല്ലതുപോലെ ചോദിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ ഹെഡിങ് ആണ് ലെറ്റസ് ജെർമിനേറ്റ് സീഡ്സ്, വിത്തുകൾ മുളപ്പിച്ചു നോക്കാം. വാട്ട് ഫാക്ടേഴ്സ് ആർ റിക്വയർ ഫോർ ജെർമിനേഷൻ ഓഫ് സീഡ്സ്? അതായത് വിത്ത് മുളയ്ക്കാൻ എന്തെല്ലാം ഘടകങ്ങളാണ് ആവശ്യം? റൈറ്റ് ഡൗൺ യുവർ ഗസ്സസ്. ആദ്യം നിങ്ങളുടെ ഊഹം അവിടെ എഴുതാനാണ് പറഞ്ഞത്. ഒന്നാമത്തത് അവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, വാട്ടർ, ജലം അല്ലേ? വിത്ത് മുളയ്ക്കാനൊക്കെ വെള്ളം ആവശ്യമാണെന്ന് അവിടെ പറയുന്നുണ്ട്. രണ്ടാമത് നമുക്ക് പറയും സോയിൽ, മണ്ണ് ആവശ്യമായിട്ട് വരും അല്ലേ? അതായത് ഈ വിത്ത് മുളയ്ക്കാനൊക്കെ മണ്ണ് ആവശ്യമായിട്ട് വരും. അതേപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്നതാണ് സൺലൈറ്റ്, എന്താണ്, സൂര്യപ്രകാശം. അതേപോലെ നമുക്ക് എയർ പറയാം, വായുവൊക്കെ പറയാം. ഈ നമ്മൾ നോക്കുന്നത് ഈ ഘടകങ്ങളൊക്കെ തന്നെ, വാട്ടർ, എയർ, സോയിൽ, സൺലൈറ്റ്, ഇതൊക്കെ തന്നെ ഒരു വിത്ത് മുളയ്ക്കാൻ ആവശ്യമായിട്ടുള്ള ഫാക്ടേഴ്സ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യാണ്, എക്സ്പെരിമെൻ്റ് വഴി ചെക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ഹൗ ഡു യു ഫൈൻഡ് ഔട്ട് ഇഫ് യുവർ ഗസ് ഈസ് കറക്റ്റ്? ലെറ്റ് us do the necessary experiment to find it out. Take some wet soil in a glass and put some pea seeds in it. അതായത് നമ്മൾ ചെക്ക് ചെയ്യാണ് ഇതൊക്കെ തന്നെ ആണോ ആവശ്യം, ഒരു വിത്ത് മുളയ്ക്കാൻ ആവശ്യമായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ഈ ഫാക്ടേഴ്സ് ഒക്കെ തന്നെ ഒരു സീഡിന് കിട്ടുന്ന രീതിയിൽ, ഒരു വിത്തിന് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ആദ്യത്തെ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്. അതായത് സോയിലും വാട്ടറും എയറും സൺലൈറ്റും ഒക്കെ കിട്ടുന്ന രീതിയിൽ നമ്മൾ ആദ്യം ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന സീഡ് എന്ന് പറയുന്നത് പീ സീഡാണ്, പയർ വിത്താണ്. ഓക്കെ, പയർ വിത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആദ്യം കുറച്ച് നനഞ്ഞ മണ്ണിലേക്ക്, അപ്പോൾ നനഞ്ഞ മണ്ണെന്ന് പറയുമ്പം അവിടെ വാട്ടറും വന്നു, അതേപോലെ തന്നെ സോയിലും വന്നു അല്ലേ? അപ്പോൾ നനഞ്ഞ മണ്ണിലേക്ക് നമ്മളൊരു ഗ്ലാസ്സിൽ എടുക്കുകയാണ്, അതിൽ കുഴിച്ചിടുകയാണ് ചെയ്യുന്നത്. പ്ലേസ് ഇറ്റ് ഇൻ ആൻ ഏരിയ വെയർ ഇറ്റ് വിൽ ഗെറ്റ് സൺലൈറ്റ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ഗ്ലാസ്സിൽ നമ്മൾ കുഴിച്ചിട്ട പീ സീഡിൻ്റെ ഗ്ലാസ് നമ്മൾ എന്ത് ചെയ്യുക? നന്നായിട്ട് വെയിൽ കിട്ടുന്ന സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുക. വാട്ടർ ഷുഡ് ഓൾസോ ബി ഗിവൺ അറ്റ് ദ റിക്വയർഡ് റേറ്റ് ടു മെയിൻറ്റെയിൻ മോയ്സ്ചർ. അതായത് ഈ വെള്ളം ഇങ്ങനെ വറ്റുന്നതിനനുസരിച്ച് ഓക്കെ എന്താക്കുക, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നനച്ചു കൊടുക്കുക, എപ്പോഴും ഈർപ്പം അവിടെ ഇങ്ങനെ നിലനിർത്തി കൊടുക്കുക. ഒബ്സർവ് ഇറ്റ് എവറി ഡേ വാട്ട് ഓൾ ഫാക്ടേഴ്സ് ഡിഡ് ദ സീഡ് ഗെറ്റ്. അപ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക, എന്തൊക്കെ ഫാക്ടേഴ്സാണ് സീഡിന് വേണ്ടത്, ഇങ്ങനെ മുളയ്ക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും, എന്തായാലും വിത്ത് മുളയ്ക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എല്ലാ ഫാക്ടേഴ്സും അടങ്ങിയിട്ട് ഈ വിത്ത് മുളയ്ക്കുന്നതായിട്ട് കാണാൻ പറ്റും. പക്ഷേങ്കിൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല ഇതിലെല്ലാം തന്നെ ആവശ്യമായിട്ടുണ്ടോ ഒരു വിത്ത് മുളയ്ക്കാൻ. ഒരു വിത്ത് ചെറുതായിട്ട് ഒരു ചെറിയ നിങ്ങൾ കണ്ടില്ലേ വിത്ത് മുളയ്ക്കുന്നത്, പയറൊക്കെ കുറച്ച് ദിവസം വെക്കുമ്പോൾ ഇങ്ങനെ മുളച്ച് വരുന്നതായിട്ട് കാണാം. അപ്പോൾ ആ ഒരു മുളയ്ക്കാൻ ഈ ഒരു ഫാക്ടേഴ്സ് ഒക്കെ വേണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഓരോന്നും
ഒഴിവാക്കിക്കൊണ്ടാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അതായത് ഞാൻ പറഞ്ഞു തരാം. ഇനി ഇവിടുത്തെ രണ്ടാമത്തെ പരീക്ഷണമാണ്. ആദ്യത്തെ പരീക്ഷണം നമ്മൾ ഈ എല്ലാ ഫാക്ടേഴ്സും അടങ്ങിയിട്ട് നമ്മളൊരു പരീക്ഷണം ചെയ്തു അല്ലേ. അതായത് ഒരു വിത്തിന് വെള്ളം, അതേപോലെ സൺലൈറ്റ്, സോയിലൊക്കെ കിട്ടുന്ന രീതിയിൽ നമ്മളൊരു പരീക്ഷണം ചെയ്തു. അതിൽ ഒരു വിത്ത് മുളച്ചതായിട്ട് നമ്മൾ കണ്ടു. ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് ഈ ഒരു ഫാക്ടേഴ്സ് ഒക്കെ തന്നെ ആവശ്യമായിട്ടുള്ളതാണോ, ഇനി ഏതെങ്കിലും വേണ്ടാത്തതായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഈ സോയിൽ നെസസറി ഫോർ സീഡ് ടു ജെർമിനേറ്റ് ആദ്യം നമ്മൾ നോക്കുകയാണ്. സോയിൽ അല്ലേ, മണ്ണ് ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണോ ഒരു വിത്ത് മുളയ്ക്കാൻ. വിത്തിന് മുളയ്ക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ പറയുന്നത്, അല്ലാതെ അത് വളർന്ന് വലിയ മരമാവാനല്ല, ജസ്റ്റ് ഒന്ന് മുളയ്ക്കാൻ മണ്ണ് ആവശ്യമുണ്ടോ എന്നാണ് നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഹൗ ഡു യു ഫൈൻഡ് ഔട്ട് ദാറ്റ് സോയിൽ ഈസ് നെസസറി ഫോർ ദ സീഡ് ടു ജെർമിനേറ്റ്. നമുക്ക് എങ്ങനെ കണ്ടെത്താൻ പറ്റും മണ്ണ് ആവശ്യമായിട്ടുള്ളതാണോ, ഒരു വിത്ത് മുളയ്ക്കാൻ മണ്ണ് ആവശ്യമായിട്ടുള്ളതാണോ എന്ന് നമുക്ക് എങ്ങനെ കണ്ടെത്താൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ചെറിയൊരു പരീക്ഷണം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. Can we do it by examine if seed placed without soil will germinate? Put a wet cotton ball in a glass and place the seed on it. അതായത് ഇവിടെ പറയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് മണ്ണില്ലാതെ ഒരു വിത്ത് മുളയ്ക്കോ എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു പിക്ചറിൽ കാണുന്നത് പോലെ ഒരു ഗ്ലാസ്സിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയൊരു പാത്രത്തിൽ നനഞ്ഞ കോട്ടൺ എടുക്കുക. ഓക്കെ, നനഞ്ഞൊരു തുണി എടുത്തിട്ട് അതിൻ്റെ മുകളിൽ പയറിൻ്റെ വിത്തോ അല്ലെങ്കിൽ ചെറുപയറോ അങ്ങനെ ഏതെങ്കിലും ഒരു വിത്ത് നിങ്ങൾ അതിൽ ഇട്ട് നോക്കുക. അങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്തെങ്കിലും മാറ്റമുണ്ടോ, എന്തെങ്കിലും ഈ ചെറിയ മുളകളൊക്കെ വരുന്നുണ്ടോ എന്നൊന്ന് നിങ്ങൾ ഒബ്സർവ് ചെയ്യാം. അപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഈ ഒരു പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? അതെ, ഒരു വിത്ത് മുളയ്ക്കാൻ മണ്ണ് ആവശ്യമായിട്ടില്ല. കാരണം മണ്ണില്ലാതെയും വിത്ത് മുളയ്ക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം ഡോക്ടേഴ്സൊക്കെ പറയാറുണ്ട്, എന്താണ് ഇങ്ങനെ മുളച്ച പയർ കഴിക്കുന്നത് നല്ലതാണ്, വിറ്റാമിനൊക്കെ കുറേ അടങ്ങിയിട്ടുണ്ട് ഈ മുളപ്പിച്ച പയറിൽ. അപ്പം നിങ്ങളുടെ വീട്ടിൽ അമ്മമാരും ഉമ്മമാരൊക്കെ ചെയ്യുന്നുണ്ടാകും. ഈ പയർ എന്ത് ചെയ്യും, ഇങ്ങനെ നനഞ്ഞ തുണിയിൽ കുറച്ച് ദിവസം ഇട്ട് വെച്ചാൽ ഇങ്ങനെ മുളച്ച് വരും അല്ലേ. അപ്പോൾ നമുക്ക് അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം മണ്ണ് ആവശ്യമായിട്ടുള്ളൊരു ഘടകമല്ല ഒരു വിത്ത് മുളയ്ക്കാൻ. പിന്നെ ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ കോട്ടൺ ബോളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കോട്ടൺ ബോൾ എന്ന് പറഞ്ഞാൽ പഞ്ഞി. അപ്പോൾ നമുക്ക് പഞ്ഞി കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് സാധാ ഒരു ടവലൊക്കെ യൂസ് ചെയ്യാം. കോട്ടൻ്റെ ടവലൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാം. എങ്കിലും ഇത് ഈ ഒരു പയർ മുളയ്ക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി വാട്ട് ഫാക്ടേഴ്സ് ഡു ദ സീഡ്സ് ഗെയിൻ. അപ്പോൾ ഇവിടെ ആ ഒരു വിത്തിന് എന്തൊക്കെ ഫാക്ടേഴ്സാണ് ലഭിച്ചത്? ഇവിടെ നമ്മൾ വെള്ളം കൊടുത്തിട്ടുണ്ട് അല്ലേ, നനഞ്ഞ തുണിയാണ്, അപ്പോൾ വെള്ളമുണ്ട്, അതേപോലെ സൺലൈറ്റ് ഉണ്ട്, പിന്നെ ആവശ്യത്തിനുള്ള എയറൊക്കെ ആ ഒരു പയറിൻ്റെ വിത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ ഒഴിവാക്കിയത് ഏതാണ്? വാട്ട് ഫാക്ടേഴ്സ് ഡു ദ സീഡ് ലോസ് എന്ന് പറഞ്ഞത് നമ്മൾ ഒഴിവാക്കിയത് ഈ ഒരു സീഡിൽ നിന്ന് എന്താണ് നമ്മൾ ഒഴിവാക്കിയത്? സോയിൽ മാത്രമാണ്, മണ്ണ് മാത്രമാണ് നമ്മളിവിടെ ഒഴിവാക്കിയത്. അതാണ് ഈ ഒരു ബ്രാക്കറ്റിൽ കൊടുത്തത്, ഫാക്ടേഴ്സ് ദാറ്റ് സീഡ് ഗെറ്റ്. അതായത് സീഡിന് ഈ ഒരു എക്സ്പെരിമെൻറ്റിലൂടെ സീഡിന് ലഭിച്ച ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്, ഘടകങ്ങൾ എന്ന് പറയുന്നത് വാട്ടർ ലഭിച്ചിട്ടുണ്ട്, എയർ ലഭിച്ചിട്ടുണ്ട്, അതേപോലെ സൺലൈറ്റും ലഭിച്ചിട്ടുണ്ട്. ദ ഫാക്ടേഴ്സ് ദാറ്റ് സീഡ് ഡസിൻ ഗെറ്റ്, അതായത് കിട്ടാത്ത ഫാക്ടേഴ്സ്, അതായത് നമ്മളിവിടെ ഈ ഒരു സീഡിൽ നിന്ന് ഒഴിവാക്കിയത് ഏത് ഫാക്ടറായിരുന്നു? സോയിൽ മാത്രമാണ് ഒഴിവാക്കിയത്. അപ്പോൾ ഈ ഒരു പരീക്ഷണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം വിത്ത് മുളയ്ക്കാൻ, സീഡ് ജെർമിനേറ്റ് ചെയ്യാൻ, ജെർമിനേഷൻ എന്ന് പറഞ്ഞാൽ വിത്ത് മുളയ്ക്കുക എന്നുള്ളതാട്ടോ. സീഡ് ജെർമിനേറ്റ് ചെയ്യാൻ സോയിൽ ആവശ്യമായിട്ടുള്ളൊരു ഫാക്ടർ അല്ല എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാം. ഇനി അടുത്ത പരീക്ഷണം നമ്മൾ നോക്കാൻ പോകുന്നത് വെള്ളം ഒഴിവാക്കിയിട്ടാണ്. ഓക്കെ, ബാക്കി എല്ലാ ഫാക്ടേഴ്സും അവിടെ വെച്ചിട്ട് വെള്ളം മാത്രം ഒഴിവാക്കി നോക്കുക. വെള്ളം ഒരു ആവശ്യമായിട്ടുള്ള ഘടകമാണ് ഒരു വിത്ത് മുളയ്ക്കാൻ എന്നുള്ളതാണ് ഇനി നമ്മളുടെ അടുത്ത പരീക്ഷണം എന്ന് പറയുന്നത്. ഈസ് വാട്ടർ നെസസറി ഫോർ എ സീഡ് ടു ജെർമിനേറ്റ്. അപ്പം വിത്ത് മുളയ്ക്കാൻ വെള്ളം ആവശ്യമായിട്ടുള്ള ഒരു ഫാക്ടറാണോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു പരീക്ഷണം. ഹൗ ഡു യു ഫൈൻഡ് ഔട്ട് ഇഫ് വാട്ടർ ഈസ് നെസസറി ഫോർ ദ സീഡ് ടു ജെർമിനേറ്റ്. നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? എല്ലാ ഫാക്ടറും ആ ഒരു വിത്തിന് കൊടുത്തിട്ട് ഈ വാട്ടർ മാത്രം അതിൽ നിന്നൊന്ന് ഒഴിവാക്കി നോക്കാം. അങ്ങനെയെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം വെള്ളം അതിനാവശ്യമായിട്ടുള്ളതാണോ. വിത്ത് മുളച്ചാൽ നമുക്ക് പറയാം വെള്ളം ആവശ്യമായിട്ടുള്ളതല്ല. ഇനി വിത്ത് മുളച്ചില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം എന്ത്? വെള്ളം ഒരു ആവശ്യമായിട്ടുള്ളൊരു ഫാക്ടറാണെന്ന്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ചോദ്യത്തിന് ആൻസറായിട്ട് പറയാം വാട്ടർ ഷുഡ് അവോയ്ഡ്. അതായത് ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വെള്ളം ആവശ്യമായിട്ടുള്ളതാണോ എന്ന് നമ്മൾ നോക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ബാക്കി എല്ലാ ഫാക്ടറും കൊടുത്തിട്ട് വെള്ളം മാത്രം ഒഴിവാക്കി നോക്കുക. രണ്ടാമത്തെ ചോദ്യമാണ് വിച്ച് ഫാക്ടർ ഷുഡ് ബി കെപ്റ്റ് ഔട്ട്
ഓഫ് ദ എക്സ്പെരിമെൻറ്റിംഗ് ഐറ്റം. പ്ലാൻ ദ എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ഇവിടെ ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? ഇതേപോലെ ആ ഒരു ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു ഗ്ലാസ്സിൽ കുറച്ച് മണ്ണെടുക്കുക. അതിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരിക്കലും നനയ്ക്കരുത്. തീരെ നനവില്ലാത്ത മണ്ണ് വേണം നമ്മൾ എടുക്കാൻ. കാരണം നമ്മളിവിടെ നോക്കുന്നത് എന്താണ്? വെള്ളം ആവശ്യമായിട്ടുള്ള ഘടകമാണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന മണ്ണിൽ തീരെ ഈർപ്പം ഉണ്ടാവാൻ പാടില്ല. നല്ല ഉണങ്ങിയ മണ്ണായിരിക്കണം എടുക്കേണ്ടത്. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് പയറിൻ്റെ വിത്തൊക്കെ ഇട്ട് വെച്ച് നോക്കുക. ഓക്കെ, ബാക്കി 3 ഫാക്ടേഴ്സും അവിടെ കൊടുക്കണം. അതായത് ഈ വെള്ളം ഒഴിച്ച് എയർ, സോയിൽ, സൺലൈറ്റ്, ഈ 3 ഫാക്ടറും കൊടുക്കുക, വെള്ളം മാത്രം ഒഴിവാക്കുക. അങ്ങനെ വെച്ച് നോക്കിയിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഈ വിത്ത് മുളയ്ക്കുന്നുണ്ടോ എന്നൊന്ന് നോക്കുക. അപ്പോൾ ഇവിടെ ആ ഒരു ചെയ്യുന്ന രീതി ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു എക്സ്പെരിമെൻ്റ് റിപ്പോർട്ട് പോലെ ഇവിടെ എഴുതാം. അപ്പം എക്സ്പെരിമെൻ്റ് റിപ്പോർട്ട് എക്സാമിനൊക്കെ ചോദിച്ചാൽ ഇതേപോലെ എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ എയിം എന്താണ്? നമ്മൾ എന്താണ് കണ്ടുപിടിക്കാൻ പോകുന്നത്? ടു ഫൈൻഡ് വെദർ വാട്ടർ റിക്വയർ ഫോർ ദ ജെർമിനേഷൻ ഓഫ് സീഡ്. അതായത് സീഡ് മുളയ്ക്കാൻ, വിത്ത് മുളയ്ക്കാൻ വെള്ളം ആവശ്യമുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പോവുകയാണ് നമ്മൾ. അതിൻ്റെ മെറ്റീരിയൽ റിക്വേർഡ്, ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്? ഡിസ്പോസിബിൾ ഗ്ലാസ് വേണം, പീ സീഡ് പയർ വിത്ത് വേണം, പിന്നെ സോയിൽ വേണം. വെള്ളം മാത്രമേ നമ്മൾ ഇവിടെ എടുക്കാത്തതുള്ളൂ. ഇനി അടുത്തത് പ്രൊസീജിയർ ചെയ്യുന്ന രീതിയാണ്. ഫിൽ എ ഡിസ്പോസിബിൾ ഗ്ലാസ് വിത്ത് കംപ്ലീറ്റ്ലി ഡ്രൈ സോയിൽ. അതായത് നല്ല ഉണങ്ങിയ മണ്ണായിരിക്കണം നമ്മൾ ഇവിടെ എടുക്കുന്നത്. പുട്ട് 4 or 5 പീ സീഡ് ഇൻ ഇറ്റ്. അതായത് 4 or 5 പയർ വിത്തുകൾ അതിലിടുക. ദ സീഡ് ഷുഡ് ഗെറ്റ് നോർമൽ എയർ, ലൈറ്റ് ആൻഡ് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ. പിന്നെ എന്തൊക്കെ ലഭിക്കണം? ഇവിടെ നമ്മൾ പറഞ്ഞു വെള്ളം മാത്രമേ ലഭിക്കാത്തതായിട്ടുള്ളൂ, ബാക്കിയൊക്കെ തന്നെ ലഭിക്കണം. എയർ വേണം, ലൈറ്റ്, സൺലൈറ്റ് വേണം, അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചറൊക്കെ, ആവശ്യമായിട്ടുള്ള ടെമ്പറേച്ചറൊക്കെ ഈ ഒരു സീഡിന് ലഭിക്കണം. ഇനി നമ്മൾ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന എന്താണ്? പീ സീഡ് ആർ നോട്ട് സ്പ്രൗട്ടഡ്. കുറച്ച് ദിവസം കഴിയുമ്പം ഈ പീ സീഡ് പയർ വിത്തുകൾ മുളയ്ക്കാത്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി ഇവിടുത്തെ ഇൻഫറൻസ് എന്താണ്? നിഗമനം. വാട്ടർ ഈസ് എസെൻഷ്യൽ ഫോർ ജെർമിനേഷൻ ഓഫ് സീഡ്. അതായത് വെള്ളം ആവശ്യമായിട്ടുള്ളൊരു ഘടകമാണ്, വിത്ത് മുളയ്ക്കാൻ ആവശ്യമായിട്ടുള്ളൊരു ഘടകമാണ് വെള്ളം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ വെള്ളം ഒഴിവാക്കിയപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ വിത്ത് മുളയ്ക്കാതായി പോയത്. ബാക്കി എല്ലാ ഫാക്ടേഴ്സും നമ്മൾ കൊടുത്തു, വെള്ളം മാത്രമേ കൊടുക്കാത്തതുള്ളൂ. അതുകൊണ്ട് എന്താണ്? വെള്ളം കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഈ ഒരു വിത്ത് മുളച്ചിട്ടുമില്ല. ഇനി അടുത്തത് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് 3ാമത്തെ ഫാക്ടറായിട്ടുള്ള സൺലൈറ്റിൻ്റെ ആവശ്യമുണ്ടോ, വിത്ത് മുളയ്ക്കാൻ സൺലൈറ്റിൻ്റെ ആവശ്യമുണ്ടോ എന്നാണ് ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഈ സൺലൈറ്റ് നെസസറി ഫോർ സീഡ് ടു ജെർമിനേറ്റ്. സീഡ് ജെർമിനേറ്റ് ചെയ്യാന്നാണ്, വിത്ത് മുളയ്ക്കാൻ സൺലൈറ്റിൻ്റെ ആവശ്യമുണ്ടോ. ഹൗ ഡു യു ഫൈൻഡ് ഔട്ട് ഇഫ് സൺലൈറ്റ് ഈസ് നെസസറി ഫോർ ദ സീഡ് ടു ജെർമിനേറ്റ്? നമുക്ക് എങ്ങനെ കണ്ടെത്താൻ പറ്റും? ഇതേപോലെ നമ്മൾ ഈ 2 എക്സ്പെരിമെൻറ്റ് ചെയ്തതുപോലെ തന്നെ ഈ സൺലൈറ്റ് ആവശ്യമാണോ എന്നറിയാൻ സൺലൈറ്റ് അവിടെ ഒഴിവാക്കി നോക്കിയാൽ മതി. ബാക്കി എല്ലാ ഫാക്ടേഴ്സും ഇതിന് കൊടുക്കുക, സൺലൈറ്റ് മാത്രം ഒഴിവാക്കി നോക്കുക. വാട്ട് ഫാക്ടേഴ്സ് ഷുഡ് ബി ലെഫ്റ്റ് അവോയ്ഡ് ഹിയർ? നമ്മളിവിടെ എന്താണ് ഒഴിവാക്കേണ്ടത്? സൺലൈറ്റാണ് ഇവിടെ ഒഴിവാക്കേണ്ടത്. വാട്ട് ചേഞ്ച് ഷുഡ് ബി മെയ്ഡ് ടു ദ എക്സ്പെരിമെൻറ്റ് ടു മേക്ക് ദിസ് ഫാക്ടർ ലെഫ്റ്റ് ഔട്ട്? അപ്പോൾ ഇവിടെ ചോദിച്ചതാണ്, ഇവിടെ സൺലൈറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ വരുത്തേണ്ടതെന്ന്. ഒന്ന് അവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, സ്റ്റീൽ ഗ്ലാസ് ഇൻസ്റ്റെഡ് ഓഫ് ട്രാൻസ്പാരൻറ്റ് ഗ്ലാസ്. ട്രാൻസ്പാരൻറ്റ് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ സുതാര്യമായിട്ടുള്ള ഗ്ലാസ്സുകൾ ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ സ്റ്റീൽ ഗ്ലാസ് ഉപയോഗിക്കുക. ട്രാൻസ്പാരൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ളിലേക്ക് കാണാൻ തക്ക വിധമുള്ള, അതായത് ഉള്ളിൽ എന്തൊക്കെ മണ്ണൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റില്ലേ, അങ്ങനത്തെ ഗ്ലാസ്സുകൾ ഉപയോഗിക്കാതെ നമുക്ക് പുറത്തുനിന്ന് നോക്കിയാൽ കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഗ്ലാസ്സുകളായിട്ടുള്ള സ്റ്റീൽ ഗ്ലാസ്സോ ഒക്കെ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ഇനി 2ാമത്തെ പോയിന്റ് അവിടെ പറയാം, കവർ ദ സ്റ്റീൽ ഗ്ലാസ് സോ ദാറ്റ് സൺലൈറ്റ് വിൽ നോട്ട് എൻ്റർ ഇറ്റ്. അതായത് നമ്മൾ ഈ ഒരു സ്റ്റീൽ ഗ്ലാസ്സിനെ നന്നായിട്ട് കവർ ചെയ്യണം, സൺലൈറ്റ് ഉള്ളിലേക്ക് കടക്കാത്ത വിധം നമ്മൾ നന്നായിട്ട് എന്തെങ്കിലും ഒരു കാർഡ്ബോർഡോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഈ ഒരു സ്റ്റീൽ ഗ്ലാസ് കവർ ചെയ്യും വേണം. നമ്മളുടെ എയിം എന്താണ്? ഇവിടെ സൺലൈറ്റ് ഒരിക്കലും ഈ ഒരു ഗ്ലാസ്സിലേക്ക് ഉള്ളിലേക്ക് എത്തിപ്പെടരുത്. അപ്പോൾ ഇവിടുത്തെ എക്സ്പെരിമെൻറ്റ് ഇത്രയേ ഉള്ളൂ. ഒരു സ്റ്റീൽ ഗ്ലാസ് എടുക്കുക, അതിലേക്ക് കുറച്ച് നനവുള്ള മണ്ണെടുക്കുക, 4 or 5 വിത്തുകൾ, പയറിൻ്റെ വിത്തുകൾ എടുക്കുക. അതിനുശേഷം നന്നായിട്ട് സൺലൈറ്റ്, സൂര്യപ്രകാശം അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാത്ത വിധം നമ്മൾ നന്നായിട്ട് അത് അടച്ചു വെക്കുക. ഓക്കെ, ഈ അതൊരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് ഒരു 4-5 ദിവസങ്ങളൊക്കെ കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന എന്താണ്? ഈ ഒരു സീഡൊക്കെ മുളച്ച് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്?
അതെ, വിത്ത് മുളയ്ക്കാൻ എന്തിൻ്റെ ആവശ്യമില്ല? സൺലൈറ്റിൻ്റെ ആവശ്യമില്ല എന്ന് മനസ്സിലായി. സൺലൈറ്റിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അതൊരിക്കലും മുളയ്ക്കില്ലായിരുന്നു, പക്ഷേ ഇവിടെ മുളച്ചു വന്നു അല്ലേ. അപ്പോൾ സൺലൈറ്റിൻ്റെ ആവശ്യമില്ല വിത്ത് മുളയ്ക്കാൻ എന്ന് മനസ്സിലായി. ഇനി അടുത്തത് ഇവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്കുള്ള ചെറിയൊരു വർക്കാണ്. അതായത് വീട്ടിൽ ഇവിടെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു എക്സ്പെരിമെൻറ്റ് നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കാനാണ്. എന്നിട്ട് ഈ ഒരു ടേബിൾ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞത്. സിമ്പിളാണ്. നോക്കിക്കേ, ആദ്യത്തതിൽ ഇതേപോലൊരു ഗ്ലാസ് എടുത്തിട്ട് എല്ലാ ഫാക്ടേഴ്സും കിട്ടുന്ന രീതിയിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? എക്സ്പെരിമെൻറ്റ് ചെയ്യുക. അതായത് ഒരു ഗ്ലാസ് എടുത്തിട്ട്, ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ് ആവാം, ഏതെങ്കിലും ഒരു ഗ്ലാസ് എടുത്തിട്ട് എന്ത് ചെയ്യുക? ആദ്യം അതിൽ നനവുള്ള മണ്ണ് നിറയ്ക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 2-3 പയർ വിത്തുകൾ അതിലിടുക. അതിനുശേഷം സൺലൈറ്റൊക്കെ കിട്ടുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുക. ഇത്ര മാത്രം. ആദ്യത്തെ ആ ഒരു ഗ്ലാസ്സിൽ എല്ലാ ഫാക്ടേഴ്സും കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. കണ്ടോ, ഗീവ് ഓൾ ഫാക്ടേഴ്സ് ആണ്. എല്ലാ ഫാക്ടേഴ്സും സൺലൈറ്റ്, സോയില്, വാട്ടർ, എയർ എല്ലാം കിട്ടുന്ന രീതിയിലാണ് ആദ്യത്തെ പരീക്ഷണം. ഇനി രണ്ടാമത്തെ ഗ്ലാസ്സിൽ, ഓക്കെ, ഇവിടെ നമ്മൾ 4 ഗ്ലാസ്സുകളാണ് എടുക്കേണ്ടത്. ഇനി രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യേണ്ടത് ഗിവൺ ഓൾ ഫാക്ടേഴ്സ് എക്സെപ്റ്റ് സോയിലാണ്. ഓക്കെ, മണ്ണ് ഒഴിവാക്കിയിട്ട് ബാക്കിയൊക്കെ നമ്മൾ ചെയ്യണം. അതായത് മണ്ണ് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ നിങ്ങൾക്കൊരു ഗ്ലാസ് തന്നെ എടുക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും പാത്രത്തിലിട്ടാൽ നിങ്ങൾക്ക് എടുത്താൽ മതി, കുഴപ്പമില്ല. അപ്പോൾ അത് നനവുള്ള ഒരു തുണിയോ അല്ലെങ്കിൽ പഞ്ഞിയോ യൂസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് അതിലേക്ക് 2-3 എന്തിടുക? ഇതേപോലെ വിത്തിടുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഒഴിവാക്കേണ്ടത് സോയിലാണെന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. സോയിൽ ഒഴിവാക്കിയിട്ട് ബാക്കി എല്ലാ ഫാക്ടേഴ്സും അതിന് കിട്ടണം. നനവുള്ള പഞ്ഞി, അതേപോലെ അതിലേക്ക് വിത്തിട്ട്, എന്നിട്ട് ഇതേപോലെ 4-5 ദിവസം സൺലൈറ്റും കൊടുക്കണം. അപ്പോൾ നല്ല സൺലൈറ്റ് ഉള്ളിടത്ത് വേണം വെക്കാൻ. ഇനി 4-5 ദിവസം വെയിറ്റ് ചെയ്ത് നോക്കുക. ഇനി മൂന്നാമത്തെ ക്ലാസ്സിൽ എന്താണ്? ഗിവൺ ഓൾ ഫാക്ടേഴ്സ് എക്സെപ്റ്റ് വാട്ടർ. എല്ലാ ഫാക്ടേഴ്സും കൊടുക്കുന്ന എന്തൊഴികെ? വെള്ളം ഒഴികെ ബാക്കി എല്ലാ ഫാക്ടേഴ്സും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ഗ്ലാസ് എടുക്കുക. തീരെ നനവില്ലാത്ത മണ്ണെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് 3-4 വിത്തിടുക. എന്നിട്ട് എന്താണ്? സൺലൈറ്റ് കിട്ടുന്നിടത്ത് കൊണ്ടുപോയി വെക്കുക. വെള്ളം ഇവിടെ ഒഴിവാക്കിയിട്ടുണ്ട് നമ്മൾ. ഓക്കെ, എന്നിട്ട് 4-5 ദിവസം കഴിഞ്ഞിട്ട് ഒബ്സർവ് ചെയ്യാം. ഇനി നാലാമത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? സൺലൈറ്റാണ് ഒഴിവാക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ തൊട്ട് മുന്നേ പറഞ്ഞിട്ടുള്ള എക്സ്പെരിമെൻറ്റ്, ഒരു സ്റ്റീൽ ഗ്ലാസ് എടുക്കുക, അതിലേക്ക് മണ്ണ് നിറയ്ക്കുക, നനവുള്ള മണ്ണ് നിറയ്ക്കുക, 2-3 വിത്ത് അതിലേക്ക് ഇടുക. എന്നിട്ട് ഒരു കാർഡ്ബോർഡ് യൂസ് ചെയ്തിട്ടോ തീരെ സൺലൈറ്റ് അതിലേക്ക് എത്താത്ത വിധം നമ്മൾ അത് നന്നായിട്ട് കവർ ചെയ്യുക. 4-5 ദിവസം കഴിഞ്ഞിട്ട് ഒബ്സർവ് ചെയ്യുക, എന്താണ് നിരീക്ഷിച്ചത്. ഇതേപോലെ നിങ്ങൾ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ട് നിങ്ങൾ ടീച്ചർക്ക് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കണം. ഓക്കെ, ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇതേപോലെ ആയിരിക്കും ലഭിക്കുക. നിങ്ങൾ എന്തായിട്ടും ചെയ്ത് നോക്കണം. സിമ്പിളായിട്ടുള്ള എക്സ്പെരിമെൻ്റ് ആണ്, വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ തന്നെയാണ് എല്ലാം. അപ്പോൾ ആദ്യത്തതിൽ ഹാസ് ഓൾ, അതായത് എല്ലാ ഫാക്ടേഴ്സും ആദ്യത്തെ ആ ഒരു പയറിന് കിട്ടിയിട്ടുണ്ട്. നോക്കിക്കേ, അതുകൊണ്ട് അത് മുളച്ച് വരുന്നതും കണ്ടിട്ടില്ലേ? അതിന് മുള വന്നിട്ടുണ്ട്. രണ്ടാമത്തത് നോ വാട്ടർ, വെള്ളമില്ലാതെയാണ് രണ്ടാമത്തെ എക്സ്പെരിമെൻറ്റ്. അപ്പോൾ അതിന് മുളയൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇവിടെ വെള്ളം ആവശ്യമായിട്ടുള്ളൊരു ഘടകമാണ്, വിത്ത് മുളയ്ക്കാൻ ആവശ്യമായിട്ടുള്ളൊരു ഘടകമാണ് വെള്ളം. ഇനി ഇവിടെ മൂന്നാമത്തെ എക്സ്പെരിമെൻറ്റിലാണെങ്കിൽ നോ സോയിലാണ്, അതായത് മണ്ണില്ലാത്ത എക്സ്പെരിമെൻറ്റിൽ എല്ലാം മുളച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം മണ്ണ് എന്ന് പറയുന്നത്, സോയിൽ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ അല്ല വിത്ത് മുളയ്ക്കാൻ. ഇനി ലാസ്റ്റിലത്തതാണ് നോ ലൈറ്റ്, നോ സൺലൈറ്റ്, അതായത് സൺലൈറ്റ് ഇല്ലാതെയും എന്ത് സംഭവിച്ചിട്ടുണ്ട്? ഇവിടെ വിത്ത് മുളച്ചിട്ടുണ്ട്. അതുകൊണ്ട് സൺലൈറ്റും വിത്ത് മുളയ്ക്കാൻ ആവശ്യമായിട്ടുള്ളൊരു ഫാക്ടർ അല്ല എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കാം വാട്ടർ മാത്രമാണ് ഒരു വിത്ത് മുളയ്ക്കാൻ ആവശ്യമായിട്ടുള്ളൊരു ഫാക്ടർ എന്ന്. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാകും, നിങ്ങളെ വീട്ടിലെ ചെടികളൊക്കെ മണ്ണിലാണല്ലോ കുഴിച്ചിടുന്നത്, മണ്ണിൽ കുഴിച്ചിട്ടാലാണോ ഉണ്ടാകുന്നത്, സൺലൈറ്റിൻ്റെ ഒക്കെ ആവശ്യമുണ്ടല്ലോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വിത്ത് മുളയ്ക്കാൻ വേണ്ടി മാത്രമാണ്. ചെറിയൊരു വിത്തിൽ നിന്ന് ചെറിയൊരു സംഭവങ്ങളൊക്കെ പുറത്തേക്ക് ഇങ്ങനെ വരില്ലേ, അത് ജസ്റ്റ് മുളയ്ക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വാട്ടർ മതി. ഓക്കെ, വാട്ടറാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത്. വാട്ടർ മാത്രമല്ല, പിന്നെ അതിന് ആവശ്യമായിട്ടുള്ള നല്ലൊരു ടെമ്പറേച്ചർ വേണം, അതായത് അതിന് ആവശ്യമായിട്ടുള്ള താപനില വേണം, അതേപോലെ എയറും വേണം. ഓക്കെ, അതാണ് ആ ഒരു ഗ്രീൻ ബോക്സിൽ പറയുന്നത്. ഫോർ സീഡ് ടു ജെർമിനേറ്റ്, വിത്ത് മുളയ്ക്കാൻ. ജെർമിനേറ്റ് എന്ന് പറഞ്ഞാൽ മുളയ്ക്കാൻ. വാട്ടർ ഈസ് നെസസറി ഫോർ ദ ജെർമിനേഷൻ ഓഫ് ദ സീഡ്, അതായത് വിത്ത് മുളയ്ക്കാൻ ജലം ആവശ്യമാണ്. ബട്ട് ദ ഫാക്ടർ ലൈക്ക് സോയിൽ ആൻഡ് സൺലൈറ്റ് ആർ നോട്ട് നെസസറി. പക്ഷേങ്കിൽ
മറ്റ് ഫാക്ടേഴ്സ് ആയിട്ടുള്ള സോയിൽ, സൺലൈറ്റ് ഒന്നും എന്തല്ല ആവശ്യമായിട്ടുള്ള ഘടകമല്ല. ബിസൈഡ്സ് വാട്ടർ, എയർ ആൻഡ് സ്യൂറ്റബിൾ ടെമ്പറേച്ചർ ആർ ഓൾസോ നെസസറി ഫോർ സീഡ് ജെർമിനേഷൻ. വെള്ളത്തിന് പുറമെ അതിനാവശ്യമായിട്ടുള്ള ഘടകമാണ് എയറും പിന്നെ സ്യൂറ്റബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചറും. സ്യൂറ്റബിൾ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ അനുയോജ്യമായിട്ടുള്ള താപനിലയും വായുവുമാണ് വെള്ളത്തിന് പുറമെ ഒരു വിത്ത് മുളയ്ക്കാൻ ആവശ്യമായിട്ടുള്ള ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് സീഡ്സ് ഹാവ് ഡിഫറെൻറ്റ് ജെർമിനേഷൻ ടൈംസ് ആൻഡ് സ്യൂറ്റബിൾ ടെമ്പറേച്ചർ. അപ്പോൾ ഇവിടെ പറഞ്ഞതാണ് വ്യത്യസ്ത വിത്തുകൾ മുളയ്ക്കാൻ എടുക്കുന്ന സമയവും അതേപോലെ തന്നെ അനുയോജ്യമായിട്ടുള്ള താപനിലയൊക്കെ എന്താണ് വ്യത്യസ്തമായിരിക്കും. നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും, ഡേറ്റ്സ് ഒക്കെ അതായത് കാരക്കയൊക്കെ നല്ല ചൂടുള്ള സ്ഥലങ്ങളിലാണ് വളരുക അല്ലേ, ഇവിടെയൊന്നും അങ്ങനെ വളരില്ല, പെട്ടെന്നൊന്നും ഇവിടെ വളരില്ല, നല്ല ചൂട് വേണം അതിന്. അപ്പോൾ അതേപോലെ പല ഫ്രൂട്ട്സിനും അല്ലെങ്കിൽ പല വിത്തുകൾക്കും വളരാൻ അതിൻ്റേതായിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള താപനില ആവശ്യമാണ്. ഇനി അതേപോലെ തന്നെ വളരാൻ എടുക്കുന്ന സമയവും എന്താണ് വ്യത്യസ്തമാണെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഇവിടെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്, ഒരു വിത്ത് മുളയ്ക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സാണ് വാട്ടർ, പിന്നെ എയർ, അതേപോലെ തന്നെ സ്യൂറ്റബിൾ ടെമ്പറേച്ചറുമാണ്. ഇനി അടുത്തൊരു ടോപ്പിക്കാണ് ലൈഫ് വിത്തിൻ ദ സീഡ്, അതായത് വിത്തിനുള്ളിലെ ജീവൻ. ഈ ഒരു ടോപ്പിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്, എക്സാമിനൊക്കെ ചോദിക്കാറുമുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതേപോലെ ഈ ഒരു ചിത്രം ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണിച്ചിട്ട് അതിന് ABC ഏത് പാർട്ടാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് തരാറുള്ളത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു വിത്ത് മുളയ്ക്കുന്നതിൻ്റെ ഒരു ചിത്രീകരണമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ചിത്രം നിങ്ങൾ നോക്കിക്കേ, ഈ ഒരു ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് 5 ദിവസം കൊണ്ട് വിത്തിന് വരുന്ന മാറ്റങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ചിത്രം പോലെ കാണിച്ചിരിക്കുന്നത്, ആദ്യം നമ്മളൊരു വിത്ത് മണ്ണിൽ കുഴിച്ചിടുന്നു, അത് കുറച്ച് സമയങ്ങൾ കഴിയുമ്പോൾ, സമയമല്ല ഒരു ദിവസമൊക്കെ കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, അതിന് ആ ഒരു വിത്തിന് ചെറിയ പാർട്ട് അല്ലെ, ചെറിയൊരു ഭാഗം ഇങ്ങനെ താഴോട്ടേക്ക് വരാൻ തുടങ്ങും. ആ ഒരു ചിത്രത്തിൽ നിങ്ങൾ നോക്കിക്കേ, താഴോട്ടേക്ക് വരാൻ തുടങ്ങും. അതിന് പറയുന്ന പേരാണ് റാഡിക്കിൾ എന്ന്. ആ ചെറിയൊരു വേര് പോലെ താഴോട്ടേക്ക് ഇറങ്ങി വരുന്ന ആ ഒരു പാർട്ടാണ് റാഡിക്കിൾ എന്ന്. അപ്പോൾ ഒരു ചെടിക്ക് ആദ്യം ഉണ്ടാകുന്ന ഭാഗം എന്ന് പറയുന്നത് റൂട്ടാണ് അല്ലേ, അതിന് നമ്മൾ എന്താ പറയുക, റാഡിക്കിൾ എന്നാണ്. വിത്തിൽ നിന്ന് ആദ്യം ഉണ്ടാകുന്ന ഭാഗം റാഡിക്കിൾ എന്നാണ് പറയുന്നത്. ഇനി വീണ്ടും ഒരു ദിവസമൊക്കെ കഴിയുമ്പോൾ വീണ്ടും എന്ത് സംഭവിക്കും, ഇതേപോലെ ആ ഒരു റാഡിക്കിളിന് വീണ്ടും കുറച്ചും കൂടി ഒരു ബ്രാഞ്ചസ് പോലെ അല്ലെങ്കിൽ കുറച്ചും കൂടി ഒന്ന് പടരാൻ തുടങ്ങും, ആ മണ്ണിലൊന്നും കൂടി ഒന്ന് പടരാൻ തുടങ്ങും. ഇനി വീണ്ടും ഒരു ദിവസം കൂടി കഴിയുമ്പോൾ എന്താണ്, ഇതേപോലെ ആ ഒരു നമ്മൾ കുഴിച്ചിട്ട ആ ഒരു പാർട്ട് മണ്ണിൻ്റെ മുകളിലേക്ക് പൊന്തി വരാൻ തുടങ്ങും. ആ ഒരു കവർ ചെയ്യുന്ന ആ ഒരു ഭാഗത്തിനെയാണ് എന്ത് പറയുന്നത്, കോട്ടിലിഡൻ എന്ന് പറയുന്നത്. ഈ കോട്ടിലിഡൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ഈ ഒരു ചെടിക്ക് അതിന് ലീഫൊക്കെ ഉണ്ടായി വരുന്നതിൻ്റെ മുമ്പേ ഒക്കെ ഈ ചെടിക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസൊക്കെ ലഭിക്കുന്നത് ഈ ഒരു കോട്ടിലിഡനിൽ നിന്നാണ്. അതിനുശേഷം ഈ കോട്ടിലിഡൻ എന്തായി പോവുകയാണ് ചെയ്യുന്നത്, അത് ഒരു ലീഫൊക്കെ വന്നതിന് ശേഷം അതങ്ങ് കൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തത് ആ ഒരു സീഡിൽ നിന്ന് ഏറ്റവും മുകളിലേക്ക് പൊന്തി വരുന്ന ഭാഗം കണ്ടു, ഏറ്റവും ലാസ്റ്റ്, അതിന് പ്ലുമ്യൂൾ എന്ന് പറയും. അതായത് പ്ലുമ്യൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഭാഗമാണ് സ്റ്റെമ്മായിട്ട് മാറുന്നത്. ഒരു ചെടിക്ക് സ്റ്റെമ്മായിട്ട് മാറുന്നത് ഒരു പ്ലുമ്യൂളാണ്. ഓക്കെ, അപ്പോൾ ഓർത്ത് വെക്കുക, റൂട്ടായിട്ട് മാറുന്നത് റാഡിക്കിളും പിന്നെ സ്റ്റെമ്മായിട്ട് മാറുന്നത് പ്ലുമ്യൂളുമാണ്. പിന്നെ ഈ ഒരു ചെടിക്ക്, ഈ കുഞ്ഞു ചെടിക്ക്, വളർന്നു വരുന്ന കുഞ്ഞു ചെടിക്ക് ലീഫൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് അതിന് ന്യൂട്രിയൻസ് ഒക്കെ കൊടുക്കുന്ന ഭാഗം ഏതാണ്, കോട്ടിലിഡനാണ്. ലീഫ് വരുന്നതിന് മുമ്പ് എന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും പിന്നെ ഫോട്ടോസിന്തസിസ് അല്ലേ, അതായത് ചെടികൾ ഭക്ഷണം പാകം ചെയ്യുന്നത് എവിടെ നിന്നാണ്, ലീഫിൽ നിന്നാണ്. അപ്പോൾ ഈ ലീഫൊക്കെ വരുന്നതിന് മുമ്പ് ഈ കുഞ്ഞു ചെടികൾക്കൊക്കെ ഈ കോട്ടിലിഡനാണ് എന്ത് കൊടുക്കുന്നത്, ന്യൂട്രിയൻസ് ഒക്കെ കൊടുക്കുന്നത്. ഒരു വിത്ത് മുളയ്ക്കുന്നതിൻ്റെ വീഡിയോ ആണ്. ആദ്യം ആ ഒരു സീഡിൽ നിന്ന് റാഡിക്കിൾ ഫോം ചെയ്തു, റാഡിക്കിൾ റൂട്ടായിട്ട് മാറി, പിന്നെ അതേപോലെ ആ ഒരു മുകളിലോട്ടുള്ള ഭാഗം കോട്ടിലിഡന് കുറച്ച് സമയം കഴിയുമ്പം, കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പം അതങ്ങ് കൊഴിഞ്ഞു പോകും. പിന്നെ ആ കോട്ടിലിഡൻ്റെ മുകളിലോട്ട് വളരുന്ന ഭാഗം സ്റ്റെമ്മായിട്ടാണ് വളരുന്നത്. അതിനാണ് നമ്മൾ എന്ത് പറയുക, പ്ലുമ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തത് ഇവിടെ ചെറിയൊരു ടേബിളാണ്. ഈ ഒരു ടേബിളിൽ പറഞ്ഞത് നമ്മൾ നേരത്തെ ചെയ്ത എക്സ്പെരിമെൻറ്റ് പോലെ തന്നെ നേരത്തെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു ഏതൊക്കെ ഫാക്ടേഴ്സാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ഒരു സീഡ് മുളയ്ക്കാൻ.
അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ നമ്മളൊരു സീഡ് മുളച്ച് വരുമ്പോൾ ഉള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ നോക്കുന്നത്. കുറച്ച് ദിവസങ്ങൾ, അതായത് 5 ദിവസം വരെ നമ്മൾ നിരീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ദ ചേഞ്ച് ഇൻ ദ സീഡ്, വിത്തിന് വരുന്ന മാറ്റം. ആദ്യം നമ്മൾ നോക്കുന്നത് സൈസ് ഓഫ് ദ സീഡ്, വിത്തിൻ്റെ വലുപ്പത്തിന് എന്തൊക്കെ മാറ്റമാണ്. ഫസ്റ്റ് ഡേയിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, പക്ഷേ രണ്ടാമത്തെ ദിവസം അവിടെ മാറ്റം വന്നില്ലേ. ദ സീഡ് ബിക്കം സോക്ക്ഡ് ആൻഡ് ഗ്രോസ് ബിഗർ. സോക്ക്ഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഒന്ന് കുതിർന്ന് അതേപോലെ ഒന്ന് വലുതാവാൻ തുടങ്ങി. ഇനി അതേപോലെ 3-ാമത്തെ ദിവസം എന്ത് സംഭവിച്ചു, 4-ാമത്തെ ദിവസം എന്തൊക്കെ സംഭവിച്ചു എന്ന് അവിടെ നിങ്ങളൊന്ന് എഴുതണം. ഇനി ഔട്ടർ കവറിങ് ഓഫ് ദ സീഡ്, വിത്തിൻ്റെ പുറന്തോടിന് എന്ത് സംഭവിച്ചു എന്ന് നോക്കണം. ഇനി പിന്നെന്താണ് നോക്കേണ്ടത്, ദ പാർട്ട് വിച്ച് ഈസ് ജെർമിനേറ്റിംഗ് ആൻഡ് ഗ്രോയിങ് ഡൗൺവേർഡ് ഫ്രം ദ സീഡ്. റാഡിക്കിൾ, അതായത് വിത്തിൽ നിന്ന് മുളച്ച് താഴേക്ക് വളരുന്ന ഭാഗത്തെ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്, റാഡിക്കിൾ എന്നായിരുന്നു പറഞ്ഞത്. ആ ഒരു ഡെഫിനേഷൻ നിങ്ങൾ നോക്കി വെക്കുക കേട്ടോ. അതായത് റാഡിക്കിളിൻ്റെ ഡെഫിനേഷൻ ചോദിച്ചാൽ എന്താണ് റാഡിക്കിൾ എന്ന് ചോദിച്ചാൽ പറയാം, ദ പാർട്ട് വിച്ച് ഈസ് ജെർമിനേറ്റിംഗ് ആൻഡ് ഗ്രോയിങ് ഡൗൺവേർഡ് ഫ്രം ദ സീഡ്. ഒരു സീഡിൽ നിന്ന് താഴോട്ടേക്ക് വളരുന്ന ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറഞ്ഞിരുന്നത്, റാഡിക്കിൾ എന്ന് പറഞ്ഞത്. അപ്പോൾ അതിനെന്ത് സംഭവിച്ചു എന്ന് നോക്കുക. പിന്നെ ദ പാർട്ട് വിച്ച് ഈസ് ജെർമിനേറ്റിംഗ് ആൻഡ് ഗ്രോയിങ് അപ്വേർഡ് ഫ്രം ദ സീഡ്. ഇതേപോലെ തന്നെ വിത്തിൽ നിന്ന് മുളച്ച് മുകളിലേക്ക് വളരുന്ന ഭാഗത്തെ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്ലുമ്യൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് സീഡിൽ നിന്ന് പിന്നെ വിത്തിൽ നിന്ന് മുളച്ച് മുകളിലേക്ക് വരുന്ന ആ ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, പ്ലുമ്യൂൾ. മാറിപ്പോയത് പേര് പ്ലുമ്യൂൾ. ആ സ്പെല്ലിംഗ് ഒക്കെ നോക്കി വെക്കുക. അപ്പോൾ ആ ഒരു ഡെഫിനിഷനും നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പോൾ ആ ഒരു പാർട്ടിന് പ്ലുമ്യൂൾ സ്റ്റെമ്മായിട്ടാണ് മാറുന്നത് നമ്മൾ പറഞ്ഞു. അപ്പോൾ പ്ലുമ്യൂളിന് എന്തൊക്കെയാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നതെന്ന് നോട്ട് ചെയ്യുക. പിന്നെ പ്രൈമറി ലീഫ് വിത്തിൻ ദ സീഡ്, അതായത് വിത്തിലെ ആദ്യത്തെ ഇലകൾ എന്നാണ് അറിയപ്പെടുന്നത് അരക്കോട്ടിലിടന. ഓക്കെ, അതായത് ലീഫൊക്കെ വരുന്നതിന് മുമ്പ് ഈ കുഞ്ഞു ചെടിയെ ന്യൂട്രീഷൻസൊക്കെ കൊടുത്തതാരായിരുന്നു, ഈ ഒരു കോട്ടിലിടനായിരുന്നു. അതുകൊണ്ട് കോട്ടിലിടന് എന്ത് സംഭവിക്കുന്നു, ഒരു 5-ാമത്തെ ദിവസമൊക്കെ ആകുമ്പോൾ ഈ കോട്ടിലിടൻ മെല്ലെ മെല്ലെ ചുരുങ്ങി പോകും. ലീഫൊക്കെ വന്ന് തുടങ്ങിയാൽ, ആവശ്യത്തിന് ആ ലീഫിനൊക്കെ വലിപ്പം വെച്ച് തുടങ്ങിയാൽ എന്ത് സംഭവിക്കും, ഈ കോട്ടിലിടൻ മെല്ലെ 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 ചുരുങ്ങി അങ്ങ് വീണ് പോവുകയാണ് ചെയ്യുക. ഇനി അടുത്തത് ആ ഒരു ബോക്സ് നോക്കിക്കുക, ഒരു പുതിയൊരു മെത്തേഡാണ്, ഈ ചെടികളൊക്കെ വളരുന്ന പുതിയൊരു മെത്തേഡാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. അതായത് മണ്ണില്ലാതെ വളരുന്ന ഒരു മെത്തേഡ്. ഹൈഡ്രോപോണിക്സ് ഈസ് എ ന്യൂ മെത്തേഡ് ഓഫ് ഗ്രോയിങ് പ്ലാന്റ്സ് വിത്തൗട്ട് സോയിൽ. മണ്ണില്ലാതെ വളരുന്ന പുതിയൊരു മെത്തേഡാണ്. ഈ ചെടികളൊക്കെ നന്നായിട്ട് വളരുന്ന പുതിയൊരു മെത്തേഡാണ് ഈ ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. ഇൻ ദിസ് മെത്തേഡ് ഓഫ് കൾട്ടിവേഷൻ പ്ലാന്റ്സ് ആർ ഗ്രോൺ ഇൻ എ ന്യൂട്രിയൻറ്റ് സൊല്യൂഷൻ ഇൻസ്റ്റെഡ് ഓഫ് സോയിൽ. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ ഈ പിന്നെ മണ്ണിന് പകരം ഒരു പോഷക ലായനിയിലാണ് ആര് വളരുന്നത്, ഈ ഒരു ചെടികളൊക്കെ വളരുന്നത്. ഓക്കെ, മണ്ണ് നമ്മൾ പൊതുവേ ഈ മണ്ണിൻ്റെ ആവശ്യം എന്താണ്, ഈ ചെടികൾക്കൊക്കെ പോഷകങ്ങളൊക്കെ വലിച്ചെടുക്കുന്നത്. ഈ ചെടി കുറച്ച് വലുതായിട്ട് മുളയ്ക്കുന്ന കാര്യമല്ല, കുറച്ചൊക്കെ വലുതായിട്ട് മണ്ണ് നിർബന്ധമാണ് ചെടികൾക്ക്. കാരണം ഈ ന്യൂട്രീഷ്യൻസൊക്കെ വലിച്ചെടുക്കുന്നത് മണ്ണിലൂടെയാണ്. അപ്പോൾ വലുതാവുമ്പോൾ മണ്ണില്ലാതെ വളരുന്ന ഒരു മെത്തേഡാണ് ഈ ഹൈഡ്രോപോണിക്സ്. അപ്പോൾ അതിലെന്താണ് ചെയ്യുന്നത്, അതിൽ ന്യൂട്രിയൻറ്റ് സൊല്യൂഷനിലാണ് ഈ ഒരു ചെടികൾ വളരുന്നത്. ഓക്കെ, ന്യൂട്രിയൻസൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു സൊല്യൂഷനിലാണ് വളരുന്നതെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്, പക്ഷേങ്കിൽ അത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. എക്സാമിനൊക്കെ പലപ്പോഴുമായിട്ട് ചോദിച്ച് കണ്ടുവരുന്ന ഒരു ഭാഗമാണ് ഇന്നെടുത്ത ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ നന്നായിട്ട് നിങ്ങൾ പഠിക്കാൻ നോക്കുക. ഇന്ന് നമ്മൾ കാര്യമായിട്ട് എടുത്ത് എന്താണ്, അതെ, ഒരു വിത്ത് മുളയ്ക്കാൻ ആവശ്യമായിട്ടുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് കണ്ടു. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്, വാട്ടർ, എയർ, പിന്നെ ഒരു ഫേവറബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചർ. സോയിലും അതേപോലെ തന്നെ സൺലൈറ്റൊന്നും അതിന് വിത്ത് മുളയ്ക്കാൻ ആവശ്യമായിട്ടുള്ളതല്ല. വിത്ത് മുളച്ചതിന് ശേഷം ഈ ലീഫൊക്കെ വന്നതിന് ശേഷമാണ് ഈ സൺലൈറ്റ് അതേപോലെ സോയിലൊക്കെ ആവശ്യമായിട്ടുള്ളത്. പിന്നെ നമ്മൾ പഠിച്ചത് കാര്യം എന്താണ്, ഒരു സീഡിൽ ഏറ്റവും ആദ്യം വരുന്ന ഭാഗമാണ് റാഡിക്കിൾ, റൂട്ടായിട്ട് മാറും. പിന്നെ അതിൻ്റെ മുകളിലോട്ട് വളരുന്ന ഭാഗം, സ്റ്റെമ്മായിട്ട് മാറുന്ന ഭാഗമാണെന്ത്, പ്ലുമ്യൂൾ എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ചെടികൾക്ക്, കുഞ്ഞു ചെടികൾക്കൊക്കെ പോഷകം കൊടുക്കുന്ന, ന്യൂട്രിയൻസ് കൊടുക്കുന്ന ഭാഗമാണ് കോട്ടിലിഡൻ എന്ന് പറയുന്നത്. ഈ ലീഫൊക്കെ വരുന്നതിന് മുമ്പ് ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ, താങ്ക് യു.